സോ നമ്മളിപ്പോൾ മൊഡ്യൂൾ 4 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സും 2 പ്രോബ്ലംസ് നോക്കി. അത് 2 പ്രോബ്ലംസ് ഏകദേശം സെയിം ആയിരുന്നു. ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് നമ്മുടെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, അതായത് ഒരെണ്ണം കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലും 1 കിലോ ന്യൂട്ടണിലും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. സോ അത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 7 meter span carrying an RC floor capable of providing laterally restraint to the top compression flange. The total UDL is made up of 100 kilonewton and അതിൽ dead load including self weight and 115 kilonewton imposed load. In addition, the beam carries a point load at midspan made up of 15 kilonewton dead load and 15 kilonewton imposed load. Assume stiff bearing length as 75 mm. അതായത് നമുക്കിവിടെ ലാറ്ററലി റീസ്ട്രെയിൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ലാറ്ററലി സപ്പോർട്ടഡ് ബീം ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതിൽ നമുക്ക് പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് യു ഡി എല്ലിൻ്റെ ഒരു ലോഡ് തന്നിട്ടുണ്ട്, 100 kilonewton ഡെഡ് ലോഡ് ആൻഡ് 150 kilonewtonൻ്റെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു യു ഡി എൽ ഉണ്ട്. ആൻഡ് ഒരു പോയിൻറ്റ് ലോഡുണ്ട്, മിഡ് സ്പാനിൽ ആക്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റ് ലോഡുണ്ട്. ആ പോയിൻറ്റ് ലോഡിൽ 50 kilonewton ഡെഡ് ലോഡും 50 kilonewton ഇമ്പോസ്ഡ് ലോഡ്, ഇത്രയാണ് എന്ത് തന്നിട്ടുള്ളത് മൊത്തത്തിലുള്ള ലോഡ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ അവിടെ നമ്മൾ യു ഡി എൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 2 കണ്ടീഷൻസ് നോക്കാനുണ്ട്. ഒരു യു ഡി എല്ലും ഒരു പോയിൻറ്റ് ലോഡും വന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. യു ഡി എല്ലും പോയിൻറ്റ് ലോഡും ആണെന്നുണ്ടെങ്കിൽ യു ഡി എല്ലും പോയിൻറ്റ് ലോഡും കൂടെ എടുത്ത് ആഡ് ചെയ്ത് വെക്കരുത്. ഓക്കെ, ആദ്യം യു ഡി എൽ തന്നെ നോക്കാം. യു ഡി എല്ലിൽ ടോട്ടൽ യു ഡി എല്ലിൽ 100 kilonewton ഡെഡ് ലോഡുണ്ട്, സെൽഫ് വെയ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ആൻഡ് 150 kilonewton ഒരു ഇമ്പോസ്ഡ് ലോഡ്. അങ്ങനെ ടോട്ടൽ 100 + 150 എന്ന് പറയുന്നത് 250 kilonewton ആണ്. ശ്രദ്ധിക്കുക, യൂണിറ്റ് ഇറ്റ് ഈസ് ഇൻ കിലോ ന്യൂട്ടൺസിലാണ് യൂണിറ്റ് ഉള്ളത്. ഓക്കെ, സോ ടോട്ടൽ യു ഡി എൽ ഡബ്ല്യു എൽ എന്ന് പറയുന്നത് 250 kilonewton എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പോയിൻറ്റ് ലോഡ് 50 kilonewtonനും 50 kilonewton, അങ്ങനെ 100 kilonewton. ഈ പോയിൻറ്റ് ലോഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കിലോന്യൂട്ടൺ, പോയിൻറ്റ് ലോഡ് കിലോന്യൂട്ടണിൽ തന്നെയാണ് വരേണ്ടത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻസിലൊന്നും മാറ്റം വരത്തില്ല. യു ഡി എൽ പക്ഷേ കിലോന്യൂട്ടൺ മീറ്ററിലാണ് വരേണ്ടിയിരുന്നത്, പക്ഷേ നമുക്കിവിടെ കിലോന്യൂട്ടണിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്താണ് 2 ലോഡും നമ്മൾ ആഡ് ചെയ്ത് എടുത്തു, യു ഡി എല്ലും അതുപോലെ തന്നെ പോയിൻറ്റ് ലോഡും. അതിനുശേഷം നമുക്ക് ലോഡ് കിട്ടിയാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ഫാക്ടേർഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. സോ ഫാക്ടേർഡ് യു ഡി എൽ ലോഡ് ആകുമ്പം 250 × 1.5, ഫാക്ടേർഡ് പോയിൻറ്റ് ലോഡ് ആകുമ്പം 100 × 1.5 കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ അല്ലേ. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പം ഇവിടെ എന്തിൻ്റെയൊക്കെ വരും? യു ഡി എല്ലിൻ്റെ ബെൻഡിങ് മൊമെൻറ്റും വരും, അതുപോലെ പോയിൻറ്റ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റും വരും. യു ഡി എല്ലിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് WL²/8 ആണ്. അതുപോലെ പോയിൻറ്റ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എന്താ? WL/4 ആണ്. ഓക്കെ, അത് നിങ്ങൾ മോസിൽ പഠിക്കുന്നതാണ്, ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, ബെൻഡിങ് അതായത് നമ്മൾ ഫിഗറൊക്കെ വരച്ച് മോസിൽ ആദ്യമേ പഠിക്കുന്ന ഒരു കാര്യമാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതിൻ്റെ ഇക്വേഷനും എല്ലാം. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, അതായത് യു ഡി എൽ കാരണമുള്ളത് WL²/8 പ്ലസ് പോയിൻറ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണമുള്ളത് WL/4. സോ ഇവിടെ നമ്മൾ WL²/8ൽ ശ്രദ്ധിക്കുക, നമുക്ക് ലോഡ് തന്നിട്ടുള്ള 375 kilonewton ആണ് അല്ലേ. WL²/8 ആണ്. അപ്പം ഇതിൽ ഇവിടെ നമുക്ക് WL ആണ് ഓൾറെഡി തന്നിട്ടുള്ളത്. സോ WL × L/8 എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. WL ആണ് നമുക്ക് തന്നിട്ടുള്ള 375 kilonewton എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ × 7² ഇട്ട് വെക്കരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഓക്കെ, സോ /8 പ്ലസ് W എന്ന് പറയുന്നത് 150 kilonewton × 7/4. അവിടെ 150 മാത്രം വെച്ച് പറയരുത്, കാരണം അത് നമുക്ക് പോയിൻറ്റ് ലോഡ് കിലോന്യൂട്ടണിൽ തന്നെയായിരുന്നു വേണ്ടത്. യു ഡി എല്ലിന് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. ഓക്കെ, സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ ഷിയർ ഫോഴ്സ്
യു ഡി എൽ കാരണമുള്ളത് WL/2 ആൻഡ് ബെൻഡിങ് അതായത് എന്താണ് പോയിന്റ് ലോഡ് കാരണമുള്ളത് W/2. ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതായത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്യൂട്ടബിൾ സെക്ഷൻ സെലക്ട് ചെയ്യും അല്ലേ. സോ ആദ്യത്തെ ZP/Zൻ്റെ വാല്യൂ M(Γ)M0/Fy. എമ്മിൻ്റെ വാല്യൂ 519.63 ഇൻറ്റു 10⁻6 kN/m ന്യൂട്ടൺ mmലോട്ടാക്കിയതാണ് ഇൻറ്റു 1.1 ഡിവൈഡഡ് ബൈ 250. 250 ആണ്, 2.5 എന്നാണ് എഴുതിയിരിക്കുന്നത്. 250 ആണ്. ഓക്കെ, 250. ദെൻ സോ നമുക്ക് ZP/Zൻ്റെ വാല്യൂ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ദെൻ ഒരു സെക്ഷൻ ചൂസ് ചെയ്യാം. എന്താണ് ZP/Zൻ്റെ വാല്യൂവിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. അതിൻ്റെ തന്നെ ഇപ്പോൾ ഞാനിവിടെ ISMB 550 ആണ് എടുത്തത്. നിങ്ങൾ MBO LBO ഓക്കെ, ലാർജർ ബീമോ മീഡിയം ബീമോ ഏതെന്ന് വെച്ചാൽ എടുക്കുക, സെലക്ട് ചെയ്ത്. ആൻഡ് അതിൻ്റെ തന്നെ IZZ വാല്യൂം IY വാല്യൂം R1 വാല്യൂം SP6 എന്ന് എടുത്തെഴുതുക. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് എഴുതുന്നതും എന്നുള്ള കാര്യങ്ങൾ നേരത്തെ ഉള്ള പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അടുത്തത് സ്റ്റെപ്പ് 4. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? B/TF. B/TF എന്ന് പറയുന്നത് നമ്മൾ B എന്ന് പറയുന്നത് BF/2 ആയിരുന്നു. TF നമുക്ക് ഡയറക്റ്റ് അനക്സ് എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 4.922 mm കിട്ടി. അത് 9.4 എപ്സിലോണിനേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ എന്തായിരിക്കും കണ്ടീഷൻ? പ്ലാസ്റ്റിക് കണ്ടീഷൻ ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ D/TW ആണ്. അതിൽ D കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് H-2 × TF + R1 എന്ന് എഴുതാം, അല്ലെങ്കിൽ D-2 × TF + R1 എന്ന് എഴുതാം. അവിടെ എന്തായാലും ടോട്ടൽ ഡെപ്ത്ത് എന്നാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അതെങ്ങനെ ആ ഇക്വേഷൻ എങ്ങനെ വന്നെന്നുള്ളതും നമ്മൾ ആദ്യത്തെ പോർഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ അതായത് 550 - 2 × 19.3 + 18 അത് 475.4 mm എന്ന് നമ്മൾ എഴുതി. D. ഓക്കെ, ദെൻ D/TW എഴുതുക. ഓക്കെ, D/TW എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിയുടെ വാല്യൂ നമുക്കറിയാം, ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. TW നമുക്കറിയാം. അപ്പം നമുക്ക് 42.44 ആണ് കിട്ടിയത് അല്ലേ. അത് ലെസ് ദാൻ എന്ത് തന്നെയാണ്? 84 എപ്സിലോൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം കണ്ടീഷൻ പ്ലാസ്റ്റിക് ആണ്, നമുക്ക് രണ്ടും പ്ലാസ്റ്റിക് ആണെന്ന് കിട്ടി. അതുകൊണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ലെസ് ദാൻ 67 എപ്സിലോൺ ആണ്. സോ വെബ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിംഗ് എന്ന് കിട്ടും. ദെൻ അടുത്തത് ചെക്ക് ഫോർ ഷിയർ. ഓക്കെ, ചെക്ക് ഫോർ ഷിയർ എന്ന് പറയുമ്പോഴത്തേക്കും വിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 262.5 kN ആയിരുന്നു. ദെൻ നമ്മൾ ഇക്വേഷൻസ് എല്ലാം ഡയറക്റ്റ് ആണ് എടുത്തെഴുതുക. VD = VN/Γ/M0 ആണ്. VNൻ്റെ വാല്യൂ AV/FyW/√3. AVയുടെ വാല്യൂ H × TW. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഇക്വേഷൻ പേജ് നമ്പർ 53 കാണുന്നതായിരിക്കും. സോ അത് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂസ് എല്ലാം എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ മതി. ആദ്യത്തെ വീഡിയോയിൽ എല്ലാം കറക്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ലോഡിൻ്റെ ഇതിലാണ് ഒരു വ്യത്യാസം വരുന്നത്. ഇതിനകത്ത് 2 ലോഡും കൂടെ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. UDLൻ്റെ കേസും അതുപോലെ എന്തിൻ്റെ കേസും കൂടെ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് ലോഡും കൂടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ക്വസ്റ്റ്യന് തന്നെ മാറാൻ ചാൻസ് ഉള്ളതും ഈ ലോഡിൻ്റെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം കറക്റ്റായിരിക്കും. പിന്നെ ഒരു വ്യത്യാസം വരുന്ന കേസ് വരുന്നത് നിങ്ങളുടെ ലോ ഷിയർ ഹൈ ഷിയർ ആണ്. നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലംസും ചെയ്തത് ലോ ഷിയർ ആയിരുന്നു. ഓക്കെ, ദെൻ ഓക്കെ, അപ്പം നമുക്ക് VD > V എന്ന് കിട്ടി. സോ നമ്മുടെ കണ്ടീഷൻ സേഫ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ചെക്ക് ഫോർ ലോ ഷിയർ ഓർ ഹൈ ഷിയർ. അപ്പോൾ V < 0.6 VD ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഷിയർ ആണെന്ന് പറയാം. V < 0.6 VD ആണ് കിട്ടുന്നതെങ്കിൽ ഹൈ ഷിയർ ആണെന്ന് പറയാം. നമ്മുടെ V 262.5 kN ആണ്. 0.6 VD ചെയ്തപ്പോൾ നമുക്ക് 0.6 × VD എന്ന് പറയുന്നത് 8.29 ആണ്. അത് ചെയ്തപ്പോൾ നമുക്ക് ലോ ഷിയർ ആണെന്ന് കിട്ടി. സോ നമുക്ക് പേജ് നമ്പർ 53 പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇട്ട് ചെക്ക് ഫോർ മൊമെൻറ്റ് ചെയ്യാം. MD = βB × ZP/Fy/Γ/M0. βBയുടെ വാല്യൂ നമുക്ക് 1 പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ 1 ആണെന്ന് നമുക്കറിയാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ദെൻ അത് സേഫ് ആണെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, റിവേഴ്സിബിൾ ഡീഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് MD ലെസ് ദാൻ 1.2 ZE FY ബൈ ഗാമ M0. ഓക്കെ, സോ 1.2 ഇൻറ്റു ZE എന്ന് പറയുന്നത് 2359. അത് നമ്മൾ നേരത്തെ NXHൽ നിന്ന് നമ്മൾ എടുത്തെഴുതുന്നതാണ്. FY 215, ഗാമ M0 എന്ന് പറയുന്നത് 1.1. ഓക്കെ, സോ MD ലെസ് ദാൻ ആ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ സേഫാണ് അല്ലേ. ദെൻ ഡിഫ്ലക്ഷന് വേണ്ടി ചെക്ക് ചെയ്യുക. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അടുത്ത അതായത് ചേഞ്ച് വരുന്ന ഒരു ഇതാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ L/300 ആയിരിക്കും, അതിൽ ഡൗട്ടില്ല. ഓക്കെ, ദെൻ വരുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പം നമുക്ക് UDLും ഉണ്ട് പോയിൻ്റ് ലോഡും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ എഴുതണ്ടേ, ഈ ബെൻഡിങ് മൊമെൻറ്റ് പിന്നെ ഷിയർ ഫോഴ്സ് പിന്നെ എവിടെയും കൂടെ വരും ഡിഫ്ലക്ഷൻ. ഇത് മൂന്നുമാണ് നമ്മൾ UDLും പോയിൻ്റ് ലോഡിൻ്റെയും കേസസ് വെച്ചിട്ട് എഴുതുന്നത്. അപ്പോൾ ആ മൂന്നെണ്ണത്തിലായിരിക്കും ഡിഫറൻസ് വരുന്ന സ്റ്റെപ്പ് അല്ലേ. സോ ഡ്യൂ ടു എന്തെന്നാണ് UDL കാരണമുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ 5L/4 ഡിവൈഡഡ് ബൈ 384 ഇൻറ്റു E ഇൻറ്റു I. ഓക്കെ, സോ ആൻഡ് പ്ലസ് WL³ ഡിവൈഡഡ് ബൈ 48 EI. അതെന്ന് പറയുന്നത് എന്ത് കാരണമുള്ളതാണ്, പോയിൻ്റ് ലോഡ് കാരണമുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിപ്പം ഇവിടെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 5WL/4 ഡിവൈഡ് ബൈ 384 EI, ഇവിടെ നമ്മൾ WL ആണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്, അത് മറന്നു പോകരുത്. ആൻഡ് സോ അപ്പോൾ നമുക്ക് WL³ എന്നേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വരുള്ളൂ. ആൻഡ് ഇവിടുത്തെ ഈ രണ്ട് W, അതായത് ഇവിടുത്തെ Wയും ഈ ഒരു W നിങ്ങൾ വർക്കിംഗ് ലോഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഫാക്ടർ ലോഡ് അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഒരു കണ്ടീഷനും കൂടി ശ്രദ്ധിക്കുക, ഇവിടെ ഡയറക്റ്റ് എന്ത് തന്നെയാണ് നമുക്ക് കിലോ ന്യൂട്ടണിൽ തന്നെയാണ് വേണ്ടത്. സോ ഇവിടെ എന്ത് പോകരുത്, L² ഒന്നും ഇട്ട് വയ്ക്കരുത്, L³ തന്നെയാണ് അവിടെയും വരേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അപ്പോൾ ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കാരണം എളുപ്പമാണ്. മറ്റതുപോലെ തന്നെയാണ് ഇവിടെ W നമുക്ക് 250 ആയിരുന്നു ഇൻറ്റു 10³ ഓക്കെ, അത് കിലോ ന്യൂട്ടണിനെ ന്യൂട്ടണിലോട്ടാക്കിയതാണ്. L എന്ന് പറയുന്നത് 7 മീറ്റർ ആയിരുന്നു ഇൻറ്റു 10³ മീറ്ററിന് mmലോട്ടാക്കാൻ ക്യൂബേ വരത്തുള്ളൂ, കാരണം നമുക്ക് ഓൾറെഡി ഉള്ളത് WL ആണ് ഈ 250 എന്ന് പറയുന്നത്. സോ ഒരു L കുറവാണ്, പ്ലസ് WL/, അത് 100 കിലോ ന്യൂട്ടൺ ആയിരുന്നു, അത് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ചെക്ക് ഫോർ വെബ് ബിയറിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്. വെബ് ബിയറിങ്ങിൻ്റെ ഇക്വേഷൻ എഴുതുക. FW = B + N2 TW FyW ഡിവൈഡ് ബൈ ഗാമ M0. അതിൽ B1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 715 mm എന്നാണ്, അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് സ്റ്റിഫ് ബിയറിങ്. ദെൻ ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ദെൻ സേഫാന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെയേ ഉള്ളൂ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എല്ലാ പ്രോബ്ലംസും തമ്മിൽ. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടും ലോഡിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ലോ ഷിയർ കണ്ടീഷനും ഹൈ ഷിയർ കണ്ടീഷനും ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചെയ്തത് ലോ ഷിയറിനായിരുന്നു. ഹൈ ഷിയറിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അത് പ്രോബ്ലം ചെയ്ത് വന്നാലേ നമുക്കറിയത്തുള്ളൂ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന്. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ എ ലാറ്ററലി സപ്പോർട്ടഡ് ബീം ഓഫ് എഫക്റ്റീവ് സ്പാൻ 6 meter ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഗ്രേഡ് ഓഫ് സ്റ്റീൽ Fe 410, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് 150 kN/meter, maximum shear force 210 kN. Check for deflection is not required. Assume stiff bearing length as 100. സോ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും എല്ലാം തന്നിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആ സ്റ്റെപ്പ് വേണ്ട, ലോഡ് കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ് വേണ്ട, ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സിൻ്റെയും സ്റ്റെപ്പ് വേണ്ട, കാരണം എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് നമ്മൾ തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? അത് നമ്മൾ എടുക്കുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് അല്ലേ, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെക്ഷൻ, അതായിരിക്കും നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അതാണ് ഫസ്റ്റായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ZP/Z = M ഗാമ M0 ഡിവൈഡഡ് ബൈ Fi. M നമുക്ക് 115 kN/meter എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ നമ്മൾ അതവിടെ അപ്ലൈ ചെയ്തു ഇൻറ്റു 1.1/250 ആൻഡ് 616 cm³ ആണെന്ന് കിട്ടി. അതിനേക്കാൾ ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ചൂസ് ചെയ്തു. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെക്ഷനിൽ നോക്കിയിട്ട് എഴുതുക.
ആൻഡ് SP6 നോക്കിയിട്ട് അതിൻ്റെ IXZZും IYYയും R1ഉം എഴുതുക. ഓക്കെ, IYY സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആകെ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ സ്റ്റെപ്പിലാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ സ്റ്റെപ്പിൽ സത്യം പറഞ്ഞാൽ നമ്മൾ IZZ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് സെക്ഷൻ ക്ലാസിഫിക്കേഷനാണ്. അപ്പം ആദ്യത്തെ നമ്മളുടെ സെക്ഷനൊക്കെ നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം സെക്ഷൻ ക്ലാസിഫൈ ചെയ്യാം. സെക്ഷൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് B = BF/2 ആൻഡ് B/TF എന്ന് പറയുന്നത് 82.5 ആണ്, ഡിവൈഡ് ബൈ 11.4, അത് ലെസ് ദാൻ 9.4 എപ്സിലോൺ ആണ്. സോ സെക്ഷൻ പ്ലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് D/2F എന്ന് പറയുന്നത് 84 എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. സോ സെക്ഷൻ അഗെയിൻ എന്താണ്, പ്ലാസ്റ്റിക് സെക്ഷനാണ്. ഓക്കെ, സോ ദ വെബ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഷിയർ ബക്ലിംഗ് എന്ന് കിട്ടി. ആൻഡ് ദെൻ ചെക്ക് ഫോർ ഷിയർ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് കണ്ടീഷൻസ് തിരിഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതായത് ഇപ്പം ഒരെണ്ണം പ്ലാസ്റ്റിക്കും ഒരെണ്ണം അടുത്ത സെമി കോമ്പാക്റ്റും ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സെലക്ട് ചെയ്യുക. ഒരെണ്ണം സെമി കോമ്പാക്റ്റും കോമ്പാക്റ്റും ആണെങ്കിൽ സെമി കോമ്പാക്റ്റ് ചെയ്യുക. പ്ലാസ്റ്റിക്കും കോമ്പാക്റ്റും ആണെങ്കിലും പ്ലാസ്റ്റിക്കും കോമ്പാക്റ്റോ ആണെങ്കിലും എന്താണ് പ്ലാസ്റ്റിക് ചൂസ് ചെയ്യുക. ദെൻ ചെക്ക് ഫോർ ഷിയർ ചെയ്യുക. VD = VN/Γ/M0, VN = VP = AV F/W/√3, AV = H × TW, ആൻഡ് H എന്ന് പറയുന്നത് 350 ആണ്, TW എന്ന് പറയുന്നത് 7.4. അതെല്ലാം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. VDയുടെ വാല്യൂ എന്താണ്, VAയേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സേഫ്. ആൻഡ് നെക്സ്റ്റ് ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ എന്ന് നോക്കാം. V < 0.6 VD ആണെങ്കിൽ ലോ ഷിയറും V < 0.6 VD ആണെങ്കിൽ ഹൈ ഷിയറും ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ 0.6 VD ചെയ്തപ്പോൾ നമുക്ക് 203 കിട്ടി. അതെന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ V എന്താണ് 210 ആണ്. അപ്പം നമ്മുടെ V < VD ആണ്. അപ്പോൾ ഹൈ ഷിയർ ആണ്. ഹൈ ഷിയർ ആണെങ്കിൽ നമ്മളുടെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പേജ് നമ്പർ 17-ലുള്ള ഇക്വേഷനാണ് എഴുതുന്നത്, 53 അല്ല. പേജ് നമ്പർ 17-ൽ ഉള്ള MDയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് MdV = MD - β × MD - MFD < 1.2 ZD Fy/Γ/M0. ഇതാണ് ഇക്വേഷൻ. സോ ഇതിൽ MDയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം കോഡിനകത്തു നിന്ന് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതിൽ MDയുടെ വാല്യൂ βB × ZP × Fy/Γ/M0. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് അവിടെ അറിഞ്ഞുകൂടാത്ത ടേം ഏതാ, ബീറ്റയും MFDയും. ആദ്യം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ബീറ്റ എന്ന് പറയുന്നത് 2V / VD - 1/2. എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. ഈ ഇക്വേഷൻ നമ്മൾ കോഡിൽ തന്നെയാണ്, സെയിം പേജ് നമ്പർ 17-ൽ തന്നെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് സ്മോൾ v എന്ന് പറയുന്നത് 210 kN ആണ്. ആൻഡ് അത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. VD എന്ന് പറയുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണ്, 339.84. സോ അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു, ബീറ്റയുടെ വാല്യൂ കിട്ടുന്നു. പിന്നെയുള്ളത് MFDയുടെ വാല്യൂ ആണ്. MFDയുടെ വാല്യൂ നിങ്ങൾക്ക് കോഡിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഡിസൈൻ സ്റ്റെപ്പ് ചെയ്തപ്പോൾ MFDയുടെ ഇക്വേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. D² TW Fy/4Γ/M0 ആണ് MFDയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈ ഷിയർ കണ്ടീഷൻ അങ്ങനെ വരാറില്ല. ഇൻ കേസ് വന്നാൽ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ സ്കിപ്പ് ചെയ്യരുത്, നോക്കിയിട്ട് തന്നെ പോവാം. കോഡിൽ ഇക്വേഷൻസ് ഡയറക്റ്റ് ഉണ്ട്, നിങ്ങൾ പേജ് നമ്പർ മാത്രം ഒന്ന് നോക്കി വയ്ക്കുക. ഇതിൽ MFDയുടെ ഇക്വേഷൻ മാത്രമേ അറിഞ്ഞൂടാതെ ഉള്ളൂ. MFDയുടെ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, സോ D² എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത്ത്, TW എന്ന് പറയുന്നത് നമുക്കറിയാം, Fy നമുക്കറിയാം, Γ/M0 അറിയാം, അതവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ MdVയുടെ ഇക്വേഷൻ ഇടുക, അത് > M ആണെങ്കിൽ സേഫ്. ആൻഡ് പിന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു, ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് MdV എന്ന് പറയുന്നത് < 1.2 ZD Fy/Γ/M0 ആയിരിക്കണം. അതും കൂടെ ചെക്ക് ചെയ്യുക, കാരണം എല്ലാം അറിയാവുന്ന വാല്യൂ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സേഫ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, വെബ് ബിയറിംഗ് അല്ലേ. ലാസ്റ്റ് അല്ല, അതിനുശേഷമുള്ള സ്റ്റെപ്പ് വെബ് ബിയറിംഗ് ആണ്. FW = B + N2 TW Fy/W /Γ/M0. ഓക്കെ, സോ അതിൽ നമുക്ക് B1ൻ്റെ വാല്യൂ തന്നിട്ടില്ലാത്തത് കൊണ്ട് 100 mm എന്നായിട്ട് അസ്യൂം ചെയ്യാം. N2ൻ്റെ വാല്യൂ 2.5 × TF + R1 ആൻഡ് FWൻ്റെ വാല്യൂ
എന്ത് ചെയ്യുക, പിന്നെ FYWൻ്റെ വാല്യൂ 215, M0 1.1 എല്ലാം അപ്ലൈ ചെയ്യുമ്പം ഗ്രേറ്റർ ദാൻ V ആണെങ്കിൽ സ്റ്റിഫ്നെസ് വേണ്ട. അതായി. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ ഷിയർ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ വരും. എന്താണ്? ചെക്ക് ഫോർ വെബ് ബഗ്ലിംഗ്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. അതായത് ഹൈ ഷിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ് ബഗ്ലിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ ചെയ്യണം. നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ കാണണേ നിങ്ങൾ. കാരണം നിങ്ങൾ എല്ലാം ഡിസൈൻ സ്റ്റെപ്സും തറോ ആയിട്ട് വന്നാലേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. അതായത് ഏതൊക്കെ പേജിൽ നിന്ന് ഏതൊക്കെ കണ്ടീഷൻ അനുസരിച്ച് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആ ഡിസൈൻ സ്റ്റെപ്പ് അറിഞ്ഞിരുന്നാൽ മാത്രമേ പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ചെക്ക് ഫോർ വെബ് ബഗ്ലിംഗ്. ഓക്കെ, അതിൽ FDBW അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 67 67 നിങ്ങൾ എടുക്കുമ്പോൾ FDW വിൽ ബി ഈക്വൽ ടു B1 + N1 ഇൻറ്റു TW FCD എന്ന് മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. TW വരെ കാണത്തുള്ളൂ, FCD നിന്ന് കാണത്തില്ല. അതായത് നിങ്ങളുടെ ഇക്വേഷൻ FDW = B1 + N1 ഇൻറ്റു TW എന്നേ കാണത്തുള്ളൂ. FCD നിങ്ങൾക്ക് കാണത്തില്ല, കാരണം അത് തിയറിയിൽ എഴുതിയിട്ടുണ്ട് FCD കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ. FCD എന്ന് പറയുന്ന ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അത് നിങ്ങൾ മൊഡ്യൂൾ 3 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മൾ KL/R min കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ബക്ലിംഗ് ക്ലാസ് നോക്കിയിട്ട് നമ്മളുടെ ടേബിളിൽ നിന്ന് എടുക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റീൽ ബീംസ് ചെയ്യുമ്പോൾ ബക്ലിംഗ് ക്ലാസ് C ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് KL/R min വേണം. നമ്മൾ ഇവിടെ KL/R min പകരം എന്താണ് എടുക്കുന്നതെന്ന് പറഞ്ഞു? 2.5 dW/TW ആണ് എടുക്കുന്നത്. സോ അതിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 99.729 കിട്ടുന്നത്. അത് നമ്മൾ എവിടെ? നമ്മുടെ ടേബിളിൽ 9C ടേബിൾ എടുക്കുക. KL/R min അവിടെ ഈ 99.729 വാല്യൂ നോക്കുക. 90ക്ക് 121ഉം 100ന് 107 അങ്ങനെ FCD കാൽക്കുലേറ്റ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ V ആണെങ്കിൽ സേഫ് ആണ് കണ്ടീഷൻ. സോ അതായിരുന്നു ഒരു വ്യത്യാസം വന്നത്. എന്തായിരുന്നു ഒരു വ്യത്യാസം വന്നത് ആ പ്രോബ്ലത്തിൽ? നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരേ ഒരു വ്യത്യാസം വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ അല്ലേ. അതായത് നമുക്ക് ഫസ്റ്റ് 2 സ്റ്റെപ്പില്ലായിരുന്നത് മാത്രമല്ല, നമ്മുടെ കണ്ടീഷൻ ഹൈ ഷിയർ കണ്ടീഷനായിരുന്നു. ഹൈ ഷിയർ ആണെന്നെങ്കിൽ വ്യത്യാസം എന്താ വന്നത്? ആ ഇക്വേഷനിൽ വന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മൾ പേജ് നമ്പർ 70 ഇക്വേഷനാണ് എടുത്തത്. അതിൽ എല്ലാം ഇക്വേഷൻസും കോഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സെപ്റ്റ് ആ ഒരു MFDയുടെ ഇക്വേഷൻ. അത് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക, ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു. ഓക്കെ.